ഇവിടെയെങ്കിലും ഒന്നുമില്ല. സാറേ ഞങ്ങൾ കൂടെ ഒന്ന് വലിച്ചു അങ്ങോട്ടേക്ക്. വാ നോക്കാം. ജിഹാദോ ഹിജറയോ ഒന്നും നേരിട്ട് പ്രബോധനം ചെയ്തില്ലെങ്കിലും സലഫിസം പഠിപ്പിക്കുമ്പോൾ അതിനായിട്ട് പാഠശാലകൾ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുകയല്ലേ. ഇന്ത്യയുടെ മുസ്ലിം പാരമ്പര്യം എന്താണ്? സുന്നി സൂഫി പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലേക്ക് വഹാബി സംസ്കാരം കെട്ടിയിറക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. അതിനെതിരെ നല്ലവരായിട്ടുള്ള സാധാരണക്കാരായ വിശ്വാസികളായ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. നല്ല മുസ്ലിങ്ങൾ, ചീത്ത മുസ്ലിങ്ങൾ, സാധാരണക്കാർ, തീവ്രവാദികൾ, ഇത്തരം വിഭജനങ്ങളിൽ തന്നെ കൃത്യമായ രാഷ്ട്രീയം ഉള്ളതാണ്. ഇത് വേണ്ട, ഷാനുവിനോടൊന്ന് തിരിച്ചു വരാൻ പറഞ്ഞാൽ മതി. ഷാനവാസ് എൻ്റെ സുഹൃത്തിൻ്റെ അടുക്കൽ നിന്നും മറ്റാരുടെ കൂടെ പോയതായാണ് അറിയുന്നത്. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പാപ്പായുടെ കോമ്പൻസേഷൻ ഫയലിൽ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടിയെ വിട്ടുകിട്ടാനായി ഇപ്പോൾ കേസ് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജമാഅത്തും നാട്ടുകാരും എതിരായ സ്ഥിതിക്ക് ഉമ്മയെയും കൊണ്ട് തമിഴ്നാട്ടിലെ ആറ്റിങ്കര പള്ളിയിലേക്ക് പോകുന്നതാണ് നല്ലത്. തായുടെ ശക്തി കൊണ്ട് ഉമ്മയുടെ രോഗത്തിനും ശമനം വരും. ഷാനവാസ് തിരിച്ചു വന്ന് തെറ്റുകാരനല്ലെന്ന് തെളിയിക്കുന്നത് വരെ നിങ്ങൾക്ക് അവിടെ കഴിയാം. അവിടെ പള്ളി ട്രസ്റ്റിൻ്റെ പ്രവർത്തകൻ സുബൈർ എൻ്റെ സ്നേഹിതനാണ്. എൻ്റെ പേര് പറഞ്ഞ് അയാളെ കണ്ടാൽ വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം ഞാൻ തരുന്ന നമ്പറിൽ ബൂത്തിൽ നിന്നും വിളിക്കണം. മൊബൈലൊന്നും ഉപയോഗിക്കേണ്ട. ഷാനവാസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് അറിയിക്കാം. എന്ന് അബൂബക്കർ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. സുബൈർ എന്ന് പറയുന്ന ആള് ഞാൻ ഈ പുള്ളിലെ മോദിയാണ്. അബൂബക്കറിന് നിങ്ങൾക്ക് അടുത്തൊന്നും തോന്നും? ഇല്ലില്ല, നമ്മുടെ നാട്ടിൽ കല്യാണം കഴിച്ച് വന്ന് താമസിക്കുന്നതാണ്. ഈ സുബൈർ ഇവിടെ ചികിത്സയ്ക്ക് വന്ന ഒരാളുടെ മകളിനെയും കൊണ്ട് സ്ഥലം വിട്ടിരിക്കുകയാണ്. അതിന് മതം മാറ്റിയെന്നും പറഞ്ഞത് ഇവിടെ എന്തിനും എന്ന് പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് അയാൾ മറ്റാരെങ്കിലും ഇതുപോലെ വിലയിൽ വിളിക്കും. ടി വിയിലും പത്രത്തിലുമൊക്കെ തീവ്രവാദി എന്ന് പറഞ്ഞ് കാണിക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവരാണ് ഇയാളുടെ കൂടെ വന്ന് താമസിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ നടക്കുന്ന പലതും ഇസ്ലാം വിരുദ്ധതയും പറയാൻ പറ്റാത്ത മറ്റു പലതുമാണ്. ഇസ്ലാം ശരിക്കും പാടില്ല. ഉമ്മയെ ഒരു ഡോക്ടർ കാണിക്കും, നല്ല ചികിത്സ കൊടുക്കും. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അസുഖമൊന്നും മാറില്ല. ഇവിടെ ഈ പണക്കാർ നേർച്ചു കൊടുക്കുന്ന ആഹാരത്തിന് കയറി കിടക്കാൻ ഒരിടത്തിനും വേണ്ടി പലരും ഒന്ന് കൂടുന്നതുണ്ട്.